വെറുതെ ഇരിക്കുന്നത് എനിക്ക് തീരെ ഇഷ്ടമല്ല കേട്ടോ. ഞാൻ എൻ്റെ എഡിറ്റിങ്ങും എൻ്റെ അടുക്കളപ്പണിയും എല്ലാം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഞാനിങ്ങനെ എടുത്തുകൊണ്ട് നിൽക്കും കേട്ടോ. നമുക്ക് നേരം വെളുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇതൊക്കെ തന്നെയല്ലേ പണി. എങ്ങനായാലും ഇതൊക്കെ ചെയ്ത് തീർക്കണം നമ്മുടെ കടമ തന്നെയല്ലേ. അടുക്കളപ്പണിനേക്കാളും ഏറ്റവും കൂടുതൽ ഒരു റിസ്ക് ഉള്ള കാര്യം കേട്ടോ നമ്മുടെ വീഡിയോ എഡിറ്റ് ചെയ്യുക എന്നുള്ളത്. ഇതിമാണ്ട് നിന്ന് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സമയം എങ്ങോട്ടാ പോകുന്നത് എന്നറിയൂല. എല്ലാ പണികളും കഴിഞ്ഞിട്ട് പുറത്തേക്കൊന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു വൈബ് വേറെ തന്നെയാണ് കേട്ടോ. ഹായ് ഓൾ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു ഷിബിലി ടീ ക്ലോസ്. അപ്പോൾ അന്നൊരു ഈവനിങ് വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഷിബിലിമോനും ഫിനിമോളും വരുമ്പോഴൊക്കെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഒപ്പിക്കണ്ടേ. അപ്പോൾ ഒന്ന് കുറച്ച് പൂള കൊണ്ടുവന്നിരുന്നു കേട്ടോ ഹിക്ക. അപ്പോൾ അതും കൊണ്ടാണ്ട് ഒപ്പിക്കാന്ന് വെച്ച് വൈകുന്നേരത്തേക്ക്. അപ്പോൾ അതൊക്കെ നല്ലോണം അതിൻ്റെ തോലൊക്കെ ഒന്ന് എടുത്ത് ഫ്രഷ് ആക്കി എടുക്കുക. ചില വീട്ടിലൊക്കെ കുട്ടികൾ സ്കൂൾ വിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ചോറാവും കഴിക്കല്ലേ. ഇവിടെ പിന്നെ ഷിബിലിമോനും ഫിനിമോളും പിന്നെ ചായയും കടിയാണ് കേട്ടോ കുടിക്കുക. ചിലപ്പോൾ ഞാനിങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും, എല്ലാന്നുണ്ടെങ്കിൽ രാവിലത്തെ കടി ഉണ്ടാവും. അങ്ങനെ കണ്ട് ഒപ്പിച്ച് പോകും കേട്ടോ. ഞാൻ വോയിസ് ഇടുന്ന സമയത്ത് നമ്മുടെ അടുത്ത വീട്ടിലെ കുഞ്ഞോളുമാൻ്റെ മോളോ കുട്ടി നല്ലോണം കരയുന്നുണ്ട്. അതിൻ്റെ വോയിസ് ഇതിലൂടെ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് ക്ഷമിക്കണേ. അങ്ങനത്തെ പൂള നല്ലോണം ക്ലീനാക്കി അതൊക്കെ ചെറുതായി കട്ടെടുത്തതിന് ശേഷം ഇത്തിരി ഉപ്പ് ഇട്ട് കൊടുത്തു. ചില വീട്ടിലൊക്കെ പൂളങ്ങനെ പുഴുങ്ങില്ലേ. ഇവിടെ പിന്നെ എപ്പോഴായാലും ഇങ്ങനെ ഇട്ടുണ്ടാക്കുന്നത് എല്ലാവർക്കും ഇഷ്ടം. പിന്നെ അതേ ഒരു ഇത്തിരി വെള്ളവും കൂടി ഒഴിച്ച് കൊടുത്തു. എന്നിട്ട് നല്ലോണം ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ആക്കി കൊടുത്തതിന് ശേഷം പിന്നെ ഗ്യാസ് മേലാണ് വെച്ചത്. പിന്നെ അത് ചെറിയ പണികളൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും അത് വിസിലടിച്ചുട്ടാ. പിന്നെ ചായ വെച്ചിരുന്നു. ഈ ഇതിൽ ചായയൊക്കെ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതന്നെ നമ്മളെ വീട്ടിൽ ബാക്കിയായിരിക്കും കേട്ടോ. ചായ ആരും തന്നെ കൂടുതലായിട്ട് കുടിക്കൂല കേട്ടോ. ഫിനിമോൾ ഒരു അര ഗ്ലാസ് കുടിച്ചു, ബാക്കിയുള്ളവർ ഒരു ഗ്ലാസ് കുടിച്ചു. എങ്ങനെയായാലും ചായ വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്കിയായിരിക്കും. പിന്നെ ഞാൻ പൂളേൻ്റെ വെള്ളം നല്ലോണം ഊറ്റിയെടുത്തിട്ട് നല്ലോണം ഒന്ന് ഉടച്ച് വെച്ചു. പിന്നെ അത് കുറച്ച് തേങ്ങ ചിരകാണേ. അപ്പോൾ ഞാൻ ഇതിന് മുന്നേ ഒരു പൂളുണ്ടാക്കുന്ന ഒരു വീഡിയോ ഇട്ടപ്പോൾ കമൻറ്റ് വന്നിരുന്നു, പൂളുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വെള്ളം കളയണം, എല്ലാന്നുണ്ടെങ്കിൽ ശരീരത്തിന് കേടാണെന്നൊക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ ഞാൻ അതിൻ്റെ വെള്ളം ഊറ്റിയെടുത്തിട്ട് നല്ലോണം ഒന്ന് ഉടച്ച് വെച്ചതാണ്. പിന്നെ അത് കുറച്ച് തേങ്ങയും ഇത്തിരി വെള്ളവും ഒഴിച്ചിട്ട് മിക്സിയിൽ നല്ലോണം ഒന്ന് അടിച്ചെടുത്തിട്ട് തേങ്ങാപ്പാലാണ് കേട്ടോ എടുക്കുന്നത്. അങ്ങനത്തെ തേങ്ങാപ്പാൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്നിട്ടൊന്ന് അരിപ്പ കൊണ്ട് ഒന്ന് അരിച്ചെടുക്കുകയാണ്. എന്നിട്ട് ഉടച്ചെടുത്ത പൂളയില്ലേ അതിലേക്ക് തന്നെ സ്പോട്ടിൽ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തു. പിന്നെ ഞാനിത് വേവിക്കാനൊന്നും വെക്കുന്നില്ല കേട്ടോ. ഏതായാലും പൂള ചൂടുള്ളതല്ലേ, അപ്പോൾ പിന്നെ തിളപ്പിക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ലല്ലേ. അങ്ങനത്തെ പുളിയും തേങ്ങാപ്പാലൊന്ന് നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുത്തതിന് ശേഷം ഒരു ഇത്തിരി വെളിച്ചെണ്ണയിൽ കടുകും ചുവന്ന മുളകും വേപ്പിലയും ആണ്ട് പൊട്ടി തെറിച്ചതിന് ശേഷം അത് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുത്തു കേട്ടോ. പൂളാവുമ്പോൾ ഇങ്ങനെ വേവണല്ലേ, വെന്താലല്ലേ പൂളക്കാ ടേസ്റ്റ് കിട്ടുള്ളൂ. അങ്ങനത്തെ നല്ലോണം മിക്സാക്കി നോക്കിയപ്പോൾ നല്ലൊരു സ്മെല്ലൊക്കെ വന്നിരുന്നു, നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അദ്ദേഹത്തിൻ്റെ എടുത്ത പണി നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം കേട്ടോ ഈ പണി എടുക്കുന്നത്. അലക്കിയ ഡ്രസ്സുകളെല്ലാം ഉണങ്ങിയിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്ത് വെക്കാണ് സ്റ്റാൻഡിന്മേൽക്ക്. ഇപ്പോൾ പിന്നെ എത്ര മഴയാണെന്നുണ്ടെങ്കിലും ഉണങ്ങിക്കഴിഞ്ഞാലും ഒരു സ്മെല്ലുണ്ടാവില്ലേ. ഞാൻ എങ്ങനായാലും മെഷീനിലിട്ട് ഉണക്കി കഴിഞ്ഞതിന് ശേഷം അവിടെയും കൂടിയൊക്കെ തൂക്കിയിട്ടാണ് കേട്ടോ, ഫാനിൻ്റെ ചോട്ടൊക്കെ ഇട്ടുകൊണ്ടാണ് കേട്ടോ ഞാൻ ഡ്രസ്സ് ഉണക്കാറ്. വോയിസ് വിടുന്നതിൻ്റെ ഇടയിലൂടെ ചെറിയൊരു മഴ പെയ്തു. അപ്പോൾ ചെറിയ സൗണ്ടുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതും കൂടി ഒന്ന് നിങ്ങൾ ക്ഷമിക്കട്ടെ. അങ്ങനത്തെ ഈ റൂമിലത്തൊക്കെ കഴിഞ്ഞതിന് ശേഷം അടുത്ത റൂമിലേക്കുള്ളതും കൊണ്ടുവച്ചു. അപ്പോഴേക്കും ഫിനിമോളും ഷിബിലിമോനും ഒക്കെ വന്ന് കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ചായ കുടിക്കാനുള്ള തയ്യാറെടുപ്പിലായി. അപ്പോൾ പൂള് തന്നെയാണ് ഷിബിലിമോന് പറയും ഇതിലേക്ക് കറി എന്തെങ്കിലും വേണമെന്നിട്ട്. അപ്പോൾ ഞാനത് ഒരു ചമ്മന്തി പെട്ടെന്ന് ഉണ്ടാക്കി. ഒരു ഇത്തിരി മുളക് പൊടിയും 2 ചെറിയ ഉള്ളിയും അരിഞ്ഞിട്ട് ഒരു ഇത്തിരി ഉപ്പും ഒരു ഇത്തിരി വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് ഒരു ചമ്മന്തിയാണ് ഉണ്ടാക്കിയെടുത്തു. ഇത് എൻ്റെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഈസി ചമ്മന്തി റെസിപ്പിയും കൂടിയാണ്. അതാണ് ഉണ്ടാക്കിയിട്ട് ഒരു ഇത്തിരി പൂളെക്കണ്ട് ഒഴിച്ച് കൊടുത്തപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റും ഒരു എരിവും എന്താണ് നമ്പോ മുളക് പൊടിയല്ലേ. അപ്പോൾ ഷിബിലിമോന് പരപ്പം ഉഷാറായി എന്ന് പറയുമായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിച്ചുകൊണ്ട് പിന്നെ ഞങ്ങൾ മുറ്റടിക്കാൻ വേണ്ടി പോയി. അപ്പോൾ എൻ്റെ ക്യാമറ ഓണാക്കി കഴിഞ്ഞത് കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫിനിമോൾ അപ്പോൾ തുടങ്ങും കേട്ടോ ഡാൻസൊക്കെ. അവളാണെങ്കിൽ ഇന്ന് ഇട്ടിട്ടുള്ള നമ്മൾ ഷിബിലിമോൻ്റെ ഫോട്ടോ ഉള്ള ടീഷർട്ടില്ലേ അതാണ് കേട്ടോ. അപ്പോൾ ഇന്ന് അത് വേണമെന്ന് പറഞ്ഞുകൊണ്ടാണ് കേട്ടോ അവളുടെ കളി. മുറ്റം ഷീറ്റിട്ടത് കൊണ്ട് തന്നെ കൂടുതൽ കച്ചറകളൊന്നും ഉണ്ടാവില്ല. പിന്നെ ഞാൻ രാവിലെ അടിച്ചു വരുന്നതല്ലേ, വെറുതെ ഇരിക്കാൻ ടൈം ഉണ്ടെന്നുണ്ടെങ്കിലൊക്കെ ഞാൻ വൈകുന്നേരം അടിച്ചു വരും കേട്ടോ. പിന്നെ വെറുതെ അങ്ങനെ ഇരിക്കുമ്പോൾ എന്തോ പോലൊക്കെ തോന്നും. അപ്പോൾ എന്തെങ്കിലുമൊക്കെ പണികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനത്തെ അവിടെ അടിച്ചു വരി കഴിഞ്ഞതിന് ശേഷം ഫിനിമോളോട് പറഞ്ഞിട്ട് ആ കച്ചറൊക്കെ അവിടുന്ന് എടുത്ത് മാറ്റിയെന്ന് പറഞ്ഞിട്ട് അവൾ അതിനാക്കി. ഞാൻ പിന്നെ എൻ്റെ പണിയെടുക്കുകയാണേ. ഇപ്പോൾ പിന്നെ കൂടുതൽ മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് കാലാവസ്ഥ സുഖമാണ് അല്ലേ. മഴയ്ക്ക് മഴയുണ്ട്, വെയിലിന് വെയിലുണ്ട്. വെയിൽ ഉദിച്ച് കഴിഞ്ഞാലോ നല്ല ചൂടുണ്ട് അല്ലേ. ഇപ്പോഴത്തെ കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് അല്ലേ. പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഫിനിമോൾ ഇങ്ങനെ പറയട്ടെ നമ്മൾ പുറത്തിറങ്ങിയിട്ടൊക്കെ ഒന്ന് നടക്കാമെന്ന്. അപ്പോൾ ഗ്രൗണ്ടൊക്കെ ഒന്ന് പോയി നോക്കിയത്. അപ്പോഴാണെന്നുണ്ടെങ്കിൽ അവിടെ കുട്ടികളൊന്നും കളിക്കണില്ല. മറ്റേത് നമ്മുടെ പള്ളിക്കത്തെ കുട്ടികളും അടുത്ത വീട്ടിലെ കുട്ടികളൊക്കെ അവിടെ കളിക്കുന്നുണ്ടാകും. അപ്പോൾ ഇന്നാണെന്നുണ്ടെങ്കിൽ ആരുമില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ പോയി
നല്ല പച്ചപ്പുള്ള സ്ഥലത്ത് എത്തിയിട്ട് അത് നമ്മുടെ ഗ്രൗണ്ടിൽ തന്നെയാണ്. ഇങ്ങനെ കാണുമ്പോൾ പ്രത്യേക ഒരു ഭംഗിയാണല്ലേ. ഇതിൻ്റെ ഇടയിൽ നിന്ന് ഫോട്ടോ എടുത്താലൊക്കെ നല്ല ഭംഗിയില്ലേ. ഞങ്ങൾ അതിങ്ങനെ ചെറുതായിട്ട് നനഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്നെ അതിലൊന്നും ഇരിക്കാനൊന്നും നിന്നിട്ട് പിന്നെ അത് അങ്ങനെ പോയി ഞങ്ങൾ ഇത് പിന്നെ ഹൈവേയിലെത്തി. വെറുതെ വൈകുന്നേരം ടൈമല്ലേ, ഒരു ടൈം പാസും കൂടിയല്ലേ, കുറച്ച് നടക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ 2 പേരും കൂടി അങ്ങനെ നടന്നിട്ട് വീണ്ടും വീട്ടിൽ തിരിച്ചെത്തി. ഇവിടെ എത്തിയതിന് ശേഷം ചായ കുടിച്ച പാത്രങ്ങളൊക്കെ കഴുകി വെച്ചിരുന്നു കേട്ടോ. പിന്നെ ഷിബിലിമോനും ഫിനിമോളും സ്കൂളിൽ കിട്ടുന്ന പാത്രങ്ങളുണ്ടായിരുന്നു, അത് അവരെടുത്ത് തരാൻ മറന്നു, ഞാൻ ചോദിക്കാനും മറന്നു. അപ്പോൾ അതൊന്ന് കഴുകി വെച്ചതാണ്. പിന്നെ അതേ രാത്രിക്കുള്ള കറി ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതൊന്നും ഉണ്ടാക്കണം, മീൻ കറി വെക്കാമെന്ന് വെച്ചു. അപ്പോൾ 2 തക്കാളി, 2 പച്ചമുളകും, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും, ഇത്തിരി മഞ്ഞപ്പൊടിയും മുളക് പൊടിയും, പിന്നെ ഒരു തിരി, പിന്നെ വലിയ ജീരകവും, 2 മണി ഉലുവയും, പിന്നെ ഫിഷ് മസാലയും ഒക്കെ ഇട്ടുകൊണ്ട് ഒരു കറി കൊണ്ട് വെക്കാമെന്ന് വെച്ചു. പിന്നെ അതിൽക്ക് ആവശ്യമായ കുറച്ച് വെള്ളവും കൂടിയാണ്ട് ഒഴിച്ച് കൊടുത്തിട്ടാ. കുറച്ചേ ഒഴിച്ച് കൊടുത്തുള്ളൂ, കൂടുതലായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിൽ കിടന്ന് വേവാൻ പണിയായിരിക്കും. അപ്പോൾ രാത്രിക്കുള്ള കറിയല്ലേ, അപ്പോൾ കുറച്ച് മതിയില്ല, കുറച്ച് മീൻ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ചെറിയ രീതിയിൽ ഒരു കറി വെക്കാം. പിന്നെ അതേ കുറച്ച് പുളി അങ്ങോട്ട് പൊഴിഞ്ഞ് പറഞ്ഞ് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ നേരത്തെ കുറച്ച് വെള്ളമല്ലേ ചേർത്തിരുന്നുള്ളൂ. അപ്പോൾ കുറച്ചും കൂടി ഒന്ന് ഒഴിച്ച് കൊടുത്തു. കറി വേണ്ടിട്ട് നല്ലോണം ഒന്ന് മൂടി വെച്ചു. അപ്പോൾ മീൻ ഇതായിരുന്നു കേട്ടോ, മുള്ളനല്ല, വേറെന്തോ അടവോ അങ്ങനെ എന്തോ ഒരു മീനാണ്. പിന്നെ അത് തുറന്ന് നോക്കിയപ്പോഴാണെന്നുണ്ടെങ്കിൽ നല്ലോണം തിളച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ മീനിൽ അതൊന്ന് അതിലേക്ക് ഇട്ട് കൊടുത്തു. അപ്പോൾ ഇതിൻ്റെ സ്മെല്ല് കേട്ടിട്ട് നമ്മൾ ഷിബിലിമോന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ, പൂളേക്ക് ഈ കറി മതിയായിരുന്നു പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വെക്കാൻ നേരെ വൈകിയില്ലേ, ഞാൻ പൂള മാത്രം മതിയെന്ന് വിചാരിച്ചു വൈകുന്നേരത്തേക്ക് കേട്ടോ. പൂളി ഇറച്ചിയതുപോലെ പൂളി മത്തിക്കറി മീനും മുളകിട്ടൊക്കെ നല്ലൊരു കോമ്പിനേഷൻ ആയിരിക്കും അല്ലേ. അപ്പോൾ പിന്നെ ഇന്ന് ഇങ്ങനെയൊക്കെ മേലെ ചപ്പു അങ്ങോട്ട് ഇട്ട് കൊടുത്തു. പിന്നെ ഒരിത്തിരി വെളിച്ചെണ്ണയും കൂടി അതിൽക്കൊന്ന് ആഡ് ചെയ്ത് കൊടുത്തു. അങ്ങനത്തെ നമ്മുടെ കറി റെഡിയായി. പിന്നെ ചമ്മന്തി മീൻ പൊരിച്ചതും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെ കണ്ട് ഒപ്പിച്ചു രാത്രിക്കൊക്കെ. പിന്നെ ഭക്ഷണങ്ങളൊക്കെ കഴിച്ചു, അടുക്കളൊക്കെ ക്ലീനാക്കി. അപ്പോൾ ഇതൊക്കെയാണ് അന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുമ്പോൾ അതുവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.